പുറകുവശത്താണ് സർപ്പത്താന്മാരിരിക്കുന്നത്. അപ്പോൾ അത്ര ഒന്നാണ്. അവിടെയൊക്കെ കാടാണ്. അത്ര വലിയ കാടല്ല, എന്നാലും കാടുകളാണ്. ഒരു പേടിയുണ്ട് ഞങ്ങൾക്ക് അവിടെയൊക്കെ. സർപ്പത്താന്മാരിരിക്കുന്നത് മുഴുവനും കാടുള്ള സ്ഥലത്താണ്. അപ്പോൾ അവരെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു ദിവസം ചെല്ലുമ്പോഴത്തേക്ക് അത് മുഴുവനും മണ്ണ് മൂടിയിരിക്കുക. മണ്ണെന്ന് പറഞ്ഞാൽ ചെതലായിരുന്നു. ഞങ്ങൾക്കതൊന്നും അറിയത്തില്ല. ആ പെറ്റിക്കോട്ടിൻ്റെ അറ്റം വെച്ച് അതൊക്കെ തുടച്ച് ഇവിടെയൊക്കെ വിളക്ക് കത്തിച്ചു. ഭഗവാന്മാരോട് വർത്താനം പറഞ്ഞ് വിളക്ക് കത്തിച്ചു. പിന്നെ ഇപ്പം എന്നെ എല്ലാവരും കളിയാക്കുന്നുണ്ട്. ഞാൻ 4 വയസ്സിലോ 5 വയസ്സിലോ എങ്ങാണ്ട് അവിടെ മിഠായി മേടിക്കാൻ ശർക്കര മേടിക്കാൻ പറഞ്ഞു വിട്ടിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയിന്ന്. ഞാൻ ഓർക്കുന്നത് പോലും ഇല്ല കേട്ടോ. എൻ്റെ ചേച്ചിയും ചേട്ടനും അവർ ഭയങ്കര മധുരം തീറ്റക്കാരാണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ പലഹാരം ഉണ്ടാക്കി വെക്കത്തേ ഉള്ളൂ. ഞങ്ങൾക്ക് നമ്മൾ പണ്ട് കുപ്പിഭരണിയിൽ മിഠായി കടകളിലൊക്കെ മിഠായി ഇരിക്കൂലേ, അതുപോലത്തെ വലിയ കുടവേരൻ പാത്രത്തിൽ അച്ഛൻ മിഠായി ഇങ്ങനെ പല്ല് 2 ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ പ്യാരി മിഠായി, പച്ച കളർ തൊലിയുള്ള പ്യാരി മിഠായി അച്ഛൻ മേടിച്ച് വെക്കും. പാത്രം നിറച്ചും വെക്കും. ഞങ്ങൾക്കൊക്കെ ഒന്നോ രണ്ടോ എണ്ണം വീതം തരും. പിന്നെ അച്ഛൻ അച്ചപ്പം ഉണ്ടാക്കും, ഉപ്പേരികൾ വറക്കും, കായ വറക്കുന്നത്, ചക്ക വറക്കുന്നത് ഒക്കെ അച്ഛനാണ്. അമ്മ എങ്ങനെ ജോലിക്കാരിയുണ്ട്. അമ്മ ഭയങ്കര കോടീശ്വരിയായിരുന്നു. അമ്മ അവിടുന്ന് വന്നുകൊണ്ട് അമ്മയ്ക്ക് അത്ര ജോലി അറിയത്തില്ല. എങ്കിലും 1-2 കൂട്ടാൻ ജോലിക്കാരിയുണ്ട്. അച്ഛനില്ലാതായി കഴിഞ്ഞപ്പോൾ 1-2 കൂട്ടാൻ വയ്ക്കും, ചോറ് വയ്ക്കും എന്നുള്ളതേ ഉള്ളൂ. അത് വലിയ ഇതൊന്നും അറിയത്തില്ല. അച്ഛൻ നല്ല കുക്കായിരുന്നു. ഇങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യും. പിന്നെ പശുക്കളുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ, ധാരാളം പശുക്കൾ. നെയ്യൊക്കെ നമ്മളിങ്ങനെ കാണുന്നല്ലേ ഉള്ളൂ. അവിടെ ഇങ്ങനെ ഉറിയിൽ മുകളിൽ ചട്ടികളിൽ നമ്മൾ കൃഷ്ണൻ്റെയൊക്കെ കഥകൾ പറയുമ്പം കാണൂലേ, അതുപോലെ ഇങ്ങനെ തട്ടത്തിൽ തൂക്കിയിടും. ഇന്നത്തേത്, നാളത്തേത്, മിനിങ്ങാന്തത്തേതെന്ന് പറഞ്ഞ് ഇങ്ങനെ ഉരുട്ടി തൂക്കിയിടും. ഉരുക്കേണ്ടത് അച്ഛനത് ഉരുക്കി വേറെ തരും, അമ്മയ്ക്ക് അടുക്കളയിലോട്ട് ഉപയോഗിക്കാൻ. ഞങ്ങൾക്ക് നെയ്യ്, മുട്ട അങ്ങനത്തെ ഒന്നിനും ഒരു ദാരിദ്ര്യമേ ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ അമ്മ നോൺ കഴിക്കില്ല, അതുകൊണ്ട് അങ്ങനെ നോൺ മേടിക്കത്തില്ല. അച്ഛനൊക്കെ കഴിക്കുന്നത് പറമ്പിലൊക്കെ ഇട്ട് വെച്ചേ കഴിക്കുകയുള്ളൂ. ഞാൻ പിന്നെ ഞങ്ങളുടെ അമ്പലവും പൂജയൊക്കെ പറഞ്ഞല്ലോ, ദിവസവും വിളക്ക് കത്തിക്കും. ഞങ്ങൾ കൊച്ചു പിള്ളേരായിരിക്കുമ്പം ഞങ്ങളുടെ അവിടെ അമ്പലത്തിൽ വിളക്ക് കത്തിക്കും. ഞാനും അനിയത്തിയും കൂടെ. പുറകുവശത്താണ് സർപ്പത്താന്മാരിരിക്കുന്നത്. അപ്പോൾ അത്ര ഒന്നാണ്. അവിടെയൊക്കെ കാടാണ്. അത്ര വലിയ കാടല്ല, എന്നാലും കാടുകളാണ്. ഒരു പേടിയുണ്ട് ഞങ്ങൾക്ക് അവിടെയൊക്കെ. സർപ്പത്താന്മാരിരിക്കുന്നത് മുഴുവനും കാടുള്ള സ്ഥലത്താണ്. അപ്പോൾ അവരെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു ദിവസം ചെല്ലുമ്പോഴത്തേക്ക് അത് മുഴുവനും മണ്ണ് മൂടിയിരിക്കുക. മണ്ണെന്ന് പറഞ്ഞാൽ ചെതലായിരുന്നു. ഞങ്ങൾക്കതൊന്നും അറിയത്തില്ല. ആ പെറ്റിക്കോട്ടിൻ്റെ അറ്റം വെച്ച് അതൊക്കെ തുടച്ച് ഇവിടെയൊക്കെ വിളക്ക് കത്തിച്ചു. ഭഗവാന്മാരോട് വർത്താനം പറഞ്ഞ് വിളക്ക് കത്തിച്ചു. അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് ആ ഭഗവാന്മാരോടുള്ളൊരു സ്നേഹം. ഇന്നും ഞങ്ങൾക്ക് ആ ഭഗവാന്മാരോട് ഭയങ്കര സ്നേഹമാണ്. പിന്നെ അതൊക്കെ ഞങ്ങളുടെ സ്കൂൾ കാലഘട്ടം. ഞങ്ങൾക്ക് നീലയും വെള്ളയായിരുന്നു ഞങ്ങളുടെ യൂണിഫോം. അന്ന് ഞങ്ങളുടെ യൂണിഫോം നീലയും വെള്ളയും. ഒരു ഭയങ്കര ഇഷ്ടമുള്ള പാൻറ്റ്, ശശപ്പം പാൻറ്റിടും, നിക്കറും ഷർട്ടുമായിരുന്നു. എനിക്കും ജയിക്കും പാവാടയും ബ്ലൗസും. അങ്ങനെയായിരുന്നു ഞങ്ങൾ. മഴയാണേലും, ഇന്നൊക്കെ മഴയത്ത് സ്കൂൾ അവധിയല്ലേ, ഞങ്ങൾക്ക് അവധിയൊന്നുമില്ല. ഞങ്ങൾ വെള്ളം ചവിട്ടി പോകും. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളവുമാണ്. തോട്ടിൽ മാത്രം നിറയുമ്പം അമ്മ അക്കരെ കടത്തി വിടും. അല്ലാത്തതൊക്കെ ഞങ്ങൾ സ്കൂളിൽ നടന്ന് പോകും. ഉച്ചവരെയൊക്കെ ആയിരുന്നു ആദ്യകാലത്ത് ക്ലാസ്. അത് കഴിഞ്ഞ് വലിയ ക്ലാസ്സിലോട്ട് കയറുമ്പോഴാണ് ഉച്ച കഴിഞ്ഞ് ക്ലാസ്സുള്ളൂ. അവിടെ ഫസ്റ്റ് ബെല്ലടിക്കുമ്പോഴേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ. അത്രയ്ക്കടുത്താണ് സ്കൂള്. ഞങ്ങളുടെ പുതിയകാവ് ദേവീക്ഷേത്രം ഞങ്ങൾക്ക് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായിരുന്നു. ഞങ്ങളുടെ വല്യച്ഛൻ്റെ മകൻ ഹരിചന്ദ്രൻ പശു കറവയുണ്ട് അവരുടെ വീട്ടിൽ. പശുവിനെ കൊണ്ടുപോകുമ്പം പശുവിനെ കറന്ന് പാല് വെളുപ്പിനെ കൊണ്ടുപോകും. അന്ന് അവിടെ ഒരു പറച്ചിലുണ്ട്, പുതിയ കാലം വേറെ നടന്നു പോകുന്നു. അച്ചിച്ചി ഒരു ദിവസം അതിലേ നടന്നു പോയപ്പം ആരാന്നറിയത്തില്ല, അങ്ങേയറ്റത്തൊരു ചേച്ചി രാവിലെ ജോലിക്ക് പോകും. പുള്ളിക്കാരി വെളുപ്പിനെ ജോലിക്ക് പോകും. എന്നൊക്കെ നമുക്കൊരു 6-6:30 ആകുമ്പോഴേ നേരം വെളുക്കുകയുള്ളൂ. അത്ര ഒന്നും താമസിച്ചായിരിക്കും. 5:30 മണിക്കേതാണ്ടോ അച്ചിച്ചി പാലും കൊണ്ട് പോകുമ്പോൾ ഫസ്റ്റ് ബസ്സിന് പോകാൻ വേണ്ടി പുള്ളിക്കാരി പാദസരം ഇട്ടിട്ട് ചിലും എന്ന് കേൾക്കും. അന്ന് അച്ചിച്ചി വിചാരിച്ചു വല്ല ഏഷ്യയാണോ അതോ പുതിയ കാവിലമ്മയാണോ എന്ന് പേടിച്ചു. അയാൾ ആ സ്ത്രീ വന്ന് ചോദിച്ചു, എന്താണെന്നോ ഏതാണ്ട് ചോദിച്ചു.
ചേച്ചി പേടിച്ചലറി കൂവി വീട്ടിലേക്ക് ഓടി വന്നു. കുറേ ദിവസം പനിയൊക്കെ ആയിരുന്നു. അത് ഞങ്ങൾ ഇന്ന് ഓർത്ത് കളിയാക്കുകയും ചിരിക്കുകയും ചെയ്യാറുണ്ട്. എന്താ വേട് പറഞ്ഞതെന്ന് ഞാൻ അത്ര ഓർക്കുന്നില്ല. അവർക്കൊക്കെ നമ്മളെ അറിയാവുന്നതാണ്. അവിടെ അങ്ങും അങ്ങും ഒക്കെ അല്ലേ വീടുള്ളൂ, ഗ്രാമപ്രദേശമല്ലേ. അതുകൊണ്ട് എല്ലാവരെയും ഒരുവിധം എല്ലാവരെയും നമുക്കും അറിയാവുന്ന. അങ്ങനെ ഭഗവാന്മാരെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യം പറയാനുണ്ട്. പണ്ടിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള കഥയാണ്. അപ്പോൾ ഒരു ചേട്ടൻ തെക്കൻ ഭാഗത്തുള്ളൊരു ചേട്ടന് വീടിന് ജപ്തിയാണ്. അപ്പോൾ ചേട്ടൻ ആൽത്തറയിൽ വന്നിരുന്ന് വേറൊരു ചേട്ടനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ചേട്ടൻ പറഞ്ഞില്ല കാര്യം എന്നാന്ന്. കൂട്ടുകാരൻ പോയിട്ടും പുള്ളിക്കാരൻ അവിടെ ഇരുന്നു. കുറേ നേരം ഇരുന്ന് അമ്പലമൊക്കെ അടച്ചു കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നു. നേരത്തെ സന്ധ്യ ആവുമല്ലോ അവിടെയൊക്കെ, വെള്ളക്കുഴിയൊക്കെ ആണല്ലോ. നടപ്പ് വശം മാത്രമേ ഉള്ളൂ അവിടെയൊക്കെ സ്ഥലങ്ങൾ. ഇപ്പോഴാണ് എല്ലായിടവും പൊക്കിയത്. അന്ന് പുള്ളി ഇങ്ങനെ കുറേ നേരം ഇരുന്നപ്പോൾ ഒരു അമ്മൂമ്മ വന്ന് ചോദിച്ചു, എന്താ മോനെ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. കുറേ പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത്, എനിക്ക് നാളെ എൻ്റെ വീടിൻ്റെ ജപ്തിയാണ്, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല, നീ പോയി ഒരു വീട്ടിൽ ചോദിക്കാൻ പറഞ്ഞു. അവിടെ ഞാൻ ചോദിച്ചത് അവർക്ക് പൈസ ഇല്ലെന്ന് പറഞ്ഞു. രാവിലെ ഒന്നുകൂടെ പോയി ചോദിക്കുകയെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പിറ്റേ ദിവസം രാവിലെ ആ വീട്ടിൽ പോയി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരെടുത്ത് വെച്ച പോലെ അന്ന് 10,000 രൂപയാണ് ജപ്തിക്ക്. 10,000 രൂപ എടുത്ത് കയ്യിലോട്ട് കൊടുത്തു. പുള്ളിക്കാരൻ്റെ ജപ്തി ഒഴിവായി. അത്രയ്ക്ക് അതുപോലെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ദേവിയാണ് പുതിയകാവിലമ്മ. പുതിയകാവിലമ്മ ആയിരിക്കും എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. പിന്നെ ചെറുപ്പകാലത്ത് ഓർക്കാനായിട്ട് ഞങ്ങൾ സഹോദരങ്ങളൊക്കെ തമ്മിൽ കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ പറ്റിയതേ ഉള്ളൂ. ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിയാവാറില്ലായിരുന്നു. അതിനങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കളിയാക്കും, അതൊക്കെ ഉള്ളൂ. എൻ്റെ ഗീച്ചേച്ചിയായിരുന്നു, ഗീച്ചേച്ചിയും അനിയത്തിയൊക്കെ ആയിരുന്നു പരീക്ഷണം. നല്ല ഹൽവയൊക്കെ ഉണ്ടാക്കി പുള്ളിക്കാരി. തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ കൊടുക്കണമല്ലോ, അതുകൊണ്ട് നെയ്യും പഞ്ചസാരയും ചേർക്കാൻ കുറഞ്ഞു പോയി. റവ ഹൽവ ഉണ്ടാക്കിയിട്ട് പുള്ളിക്കാരി നെയ്യും അവർ ഈ ബുക്കിൽ പറഞ്ഞ നെയ്യും പഞ്ചസാരയും മാത്രം എടുത്തു, റവ മാത്രം കൂടി. അയ്യോ തെക്കേരി കൊടുക്കണം, ശശപ്പനും ചേച്ചിയൊക്കെ വരും എന്ന് പറഞ്ഞാൽ അവർക്കും കൂടെ ഇട്ടു. മല്ലലി അക്കാൾ വരും, ചെറിയാമ്പറമ്പിലെ ഓമനയുടെ സാധനം റവ കൂടിയതല്ലാതെ നെയ്യും ഇതും കൂടിയില്ല, പഞ്ചസാരയും കൂടിയില്ല. അവസാനം ഉണ്ടാക്കി കഴിഞ്ഞപ്പം വായി വയ്ക്കാൻ കൊള്ളൂലായിരുന്നു. ഞാനും മീനാഴ്ച അതിൻ്റെ അകത്ത് പെട്ടില്ല. കോഴി പോലും തിന്നാതെ പോയി മുറ്റത്ത് വെച്ചിട്ട്. അങ്ങനെ കളിയാക്കിയിട്ടുണ്ട്. ഗീച്ചേച്ചിക്ക് പിന്നെ കൊച്ചു അബദ്ധങ്ങളൊക്കെ കുറേ പറ്റിയിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ കളിയാക്കി കൂടെ നിൽക്കും. പുള്ളിക്കാരിയായിരുന്നു ഞങ്ങൾക്ക് അമ്മ കഴിഞ്ഞ് അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ പിന്നെ ഓണം ഒക്കെ ആയിക്കഴിഞ്ഞാൽ കക്ക കളിക്കും. അതൊരു കക്ക കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വീഴ എന്ന് പറഞ്ഞാൽ വീഴിക്കും, വീഴിക്കും. ഞങ്ങളുടെ വല്യച്ഛൻ്റെ മക്കൾ 4 എന്ന് പറഞ്ഞ് വീഴിക്കും. 4 വീണാലേ അടുത്തൊരു കളിയും കൂടെ കിട്ടത്തുള്ളൂ. കക്ക കളി എന്ന് പറഞ്ഞാൽ കക്ക നമുക്ക് നല്ല കുമരകത്തൊക്കെ നല്ല കക്കകൾ കിട്ടും. നല്ല പൊട്ടാത്ത കക്കകൾ പെറുക്കിക്കൊണ്ട് വരും. ഞങ്ങൾ കളം വരച്ചിട്ട് ചിലപ്പോൾ ഇലയായിരിക്കും, ഇഷ്ടമുള്ളവർക്ക് ഇല അല്ലെങ്കിൽ പൂവ് ഒക്കെ ഇങ്ങനെ കളത്തിലോട്ട് മാറി വയ്ക്കാം. 4 കക്ക 4 മലന്ന് വീണാൽ മാത്രമേ ഉള്ളൂ 4 വീഴത്തുള്ളൂ. എന്നാലേ നമ്മൾ കളത്തിൻ്റെ അകത്ത് കയറുള്ളൂ. 4 കായാണ് ഒരാൾക്കുള്ളത്. പിന്നെ നിര കളിക്കും. അതും ഇങ്ങനെ കളം വെച്ച്, അത് ഞങ്ങൾ ഇറയത്തൊക്കെ ചോക്ക് വെച്ച് വരച്ചിട്ടും എന്നിട്ട് തുടച്ച് കളയണം, അല്ലെങ്കിൽ വഴക്ക് പറയും. ചോക്ക് വെച്ച് വരയ്ക്കും, ചോക്കെടുത്ത് വെച്ച് വരച്ച് നിര കളിക്കും. അതിനും നല്ല ബഹളമാണ്. അപ്പുറത്തെ വലിയച്ഛൻ്റെ വീട്ടിൽ 5 ആൺപിള്ളേർ, അവരുടെ ഒച്ച എന്ന് പറഞ്ഞാൽ തോട്ടി വെള്ളവും കൂടെ ഉള്ളതുകൊണ്ട് അങ്ങ് ചന്ത വരെ കേൾക്കാം. പിന്നെ ഞങ്ങളുടെ ഒരു കസിൻ ഉണ്ടായിരുന്നു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ. എൻ്റെ കസിനുമാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ റിലേഷനുമാണ്. പുള്ളിക്കാരന് മാത്രമേ ഇവിടെ ബുള്ളറ്റുള്ളൂ. പുള്ളിക്കാരൻ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം. കാണാൻ മമ്മൂട്ടിയുടെ കൂട്ടായിരുന്നിരുന്നത്. പുള്ളി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നു, നല്ല പൊസിഷനിലിരുന്ന വ്യക്തിയാണ്. SI അല്ല, DGP അങ്ങനെ എന്തോ ഇരുന്ന വ്യക്തിയാണ്. പുള്ളിക്കാരൻ പുള്ളി വീട്ടിൽ വന്നാൽ 2-3 ദിവസം കാണും. അവിടുന്ന് വണ്ടി വിട്ട് പോകുന്ന വെച്ചാൽ ടക്ക് 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 ടക്കെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പുള്ളി ചെങ്ങള എത്തുന്നവരെ ഞങ്ങളുടെ വീട്ടിൽ ഒച്ച കേൾക്കും. അത്ര ദൂരം, ഒരു 5-6-7 കിലോമീറ്റർ ദൂരം ആ ഒരു ഒച്ച കേൾക്കുമായിരുന്നു. അവിടെ എങ്ങും വീടുകളൊക്കെ കുറവാണ്, വെള്ളമാണ്, പാടമാണ് മുഴുവനും. അപ്പോൾ ഒരൊച്ച നമുക്ക് അതേ രാമനെണ്ണം പോകുന്നു എന്ന് പറയും. രാമനെണ്ണം വന്നാലും അതുപോലെ തന്നെ പറയും. പിന്നെ സിനിമയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ആദ്യകാലത്തൊക്കെ
ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും സിനിമ. വള്ളത്തേൽ പറഞ്ഞുകൊണ്ട് പോകുമായിരുന്നു. ഈ സൈന തിയേറ്ററിൽ ഇന്ന സിനിമ പോകുന്നു. അത് ഞങ്ങളുടെ വലിയച്ഛൻ്റെ ഒരു മോനാ പറയാൻ പോകുന്നത്. പുള്ളിയുടെ സൗണ്ട് ഭയങ്കര നല്ലതാണ്. പുള്ളിക്കാരനാണ് പറയാൻ പോകുന്നത്. 5 രൂപ കൊണ്ട് കിട്ടും തോന്നുന്നു. അന്നത്തെ കാലത്ത് 50 പൈസയോ 5 രൂപ സിനിമ ഫ്രീ ആയിട്ട് കാണുമോ അങ്ങനെ ഏതാണ്ടുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കാറൊക്കെ അത്യപൂർവ്വം അതിലേ വന്നിട്ടുള്ളൂ. കാറിലോ ഇതിലോ പറയാൻ തുടങ്ങി, പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളൊക്കെ റോഡിലോട്ട് പോകും. ഇങ്ങനെ പേപ്പർ അതിലിങ്ങനെ സിനിമാ തിയേറ്ററിൻ്റെ നോട്ടീസ് ഇറക്കുമല്ലോ, അത് മേടിക്കാൻ. നോട്ടീസ് ഇത് സിനിമ ഇതൊന്നും അല്ല നമ്മൾ നോക്കുന്നത്, എത്ര നോട്ടീസ് കിട്ടി എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ എണ്ണം നോക്കി വയ്ക്കും. അതുമൊക്കെ ഇതിൻ്റെ പുറകെ ഓടുമായിരുന്നു. കാറിൻ്റെയൊക്കെ പുറകെ ഞങ്ങൾ ഓടും.